ഈസ്റ്ററൊക്കെ അല്ലേ വരുന്നത്, നമുക്കൊരു വെള്ളയപ്പം ഉണ്ടാക്കാം. 2 കപ്പ് അരി കുതിർത്ത് കഴുകി വാരി വെച്ചേക്കുവാണ്. 4-5 വെള്ളത്തിൽ കഴുകി. 1 ഗ്ലാസ് ഇഡ്ഡലി റൈസും 1 ഗ്ലാസ് റോ റൈസും ആയിട്ടേക്കുന്നു. അതൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഒരുമിച്ച് അരയ്ക്കുന്നില്ല, 2ആയിട്ട് അരയ്ക്കും. കുറേശ്ശെ ഇട്ടരയ്ക്കും. 1 കപ്പ് ചോറ്. ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല. ഈസ്റ്റ് ചേർക്കാതെ നമുക്ക് വേറൊരു സാധനം ചേർക്കാം. ഒരു തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വെച്ചതാണ്. ഇത് നല്ല പുളിയുണ്ട്. ഒരു കള്ളിൻ്റെ മണമൊക്കെ ഉണ്ട്. അറിയില്ല എനിക്ക് കള്ളിൻ്റെ മണം എന്നാന്ന് പറയുന്നേക്കാം. ഇവിടെ ഒഴിച്ചങ്ങ് അരയ്ക്കും. ഇതാ മാവ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് തേങ്ങ ഇടാം. 1 കപ്പോ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. തേങ്ങ ഇടുന്നതോറും നല്ല ടേസ്റ്റാവും. ഇതുകൂടെ അരച്ചുകൊണ്ട് വരാം. ബാക്കി അരി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. തേങ്ങയും ചെറിയുള്ളിയും ജീരകവും കൂടെ അരച്ചാണ്. ഇതുകൂടെ ഇതിനകത്തോട്ടങ്ങ് മിക്സ് ചെയ്യുക. മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലോട്ട് വയ്ക്കും. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇതിൽ ഈസ്റ്റൊന്നും ഇട്ടിട്ടില്ല. ആ തേങ്ങാ വെള്ളം പൊളിച്ച അത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ പണ്ട് അമ്മ ഉണ്ടാക്കുമായിരുന്നു. ഞാനിങ്ങനൊന്നും മെനക്കെടാറില്ല. ഇനി ഇത് അടച്ചു വെക്കാം. നാളെ എടുത്ത് നമുക്ക് അപ്പം ചുടാം. ഇത് ഇന്നലെ അരച്ച് വെച്ചാൽ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്ന് ഇത്രയും വരെ പൊങ്ങി. പിന്നെ ഒന്ന് കാണും. ഇന്നലെ ഞാൻ ഉപ്പിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് ഇളക്കാം. അടുപ്പ് കത്തിച്ച് ദോശക്കല്ല് വെച്ച് കല്ല് ചൂടായി. ഇത്തിരി എണ്ണ പുരട്ടി അതിലോട്ട് നാവി ഒഴിച്ചു. പരത്തൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. ഇതാ നമ്മുടെ ഒരപ്പം ചുട്ടെടുത്തു. നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ്. കണ്ടോ? ഇതിനകത്ത് ഈസ്റ്റും ഒന്നും ചേർത്തില്ല. നമ്മുടെ വെള്ളയപ്പമൊക്കെ ഇവിടെ റെഡിയായി. ഞാൻ ചിക്കൻ കറിയും വെച്ചു. ഞാൻ അത് കൂട്ടി കഴിക്കാം. നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ചിക്കൻ കറി. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അപ്പമാണ്. ഈസ്റ്റും ഒന്നും ചേർത്തിട്ടില്ല. ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും ചേർത്തില്ല.